നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ക്ഷേത്രാചാര്യനായ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വൻ വിവാദം. സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചുമൂടിയതെന്നാണ് മക്കളുടെ വാദം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. എന്താ മച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത്? എന്താ ഇത്? ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. ഇവിടെ ഞാൻ കുടുങ്ങി ചാർലി. ശരിക്കും മരിക്കാൻ പോണ ആള് ബിപിയുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. അച്ഛന്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സംഭവം ഇതെല്ലാം മൂടിക്കെട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടെ വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ എന്നൊക്കെ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? കേരളത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമല്ലേ ഇതൊക്കെ. വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സമാധി സ്ഥലത്ത് കല്ലറയിൽ മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് ആ മക്കളുടെ വിശദീകരണം. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടും. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. വക്കീൽ വന്നതുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിൽക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ഉമര. വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല, പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.